നമ്മൾ പുതിയ പാഠം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ എന്താണ് അഡീഷൻ കോമ്പൗണ്ടുകൾ, അഡീഷൻ കോമ്പൗണ്ടുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ക്ലാസിഫിക്കേഷനാണ്, അഡീഷൻ കോമ്പൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷനാണ് കോംപ്ലക്സസ് ആൻഡ് ഡബിൾ സാൾട്ട്സ്. അതിൽ നമ്മൾ ഡിഫറൻസ് പറഞ്ഞു, ആ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ പഠനം നമ്മൾ കോംപ്ലക്സിലേക്കായിട്ട് ചുരുക്കുകയാണ്. അഡീഷൻ കോമ്പൗണ്ടുകളിൽ കോംപ്ലക്സുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആ കോംപ്ലക്സുകളുടെ പ്രത്യേകതയായിട്ട് നമ്മൾ പറഞ്ഞതാണ് ദാറ്റ് കോംപ്ലക്സ് കൺസിസ്റ്റിംഗ് ഓഫ് ടു ടൈപ്സ് ഓഫ് ബോണ്ട്, അയോണിക് ബോണ്ട് ആൻഡ് കോർഡിനേറ്റ് ബോണ്ട്. അയോണിക് ബോണ്ട് എപ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ കണ്ടതാണ്, കോംപ്ലക്സിന് എക്സാമ്പിൾ കണ്ടതാണ്. ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളവര് പരസ്പരം എന്താണ് കോർഡിനേറ്റ് ബോണ്ടിനാൽ ബന്ധിതമാണ് അല്ലേ? അപ്പൊ കോർഡിനേറ്റ് ബോണ്ടുള്ള അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ പറഞ്ഞ പേരാണ് കോർഡിനേറ്റ് കോമ്പൗണ്ട്സ് അല്ലേ? അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. എക്സാമ്പിൾ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് CuNH3 4 times SO4. പിന്നെയോ NiCO4. ഓക്കെ, then K4FeCN6. ഇതൊക്കെയാണ് നമ്മൾ കോമ്പൗണ്ടുകൾക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? കോപ്പർ എന്ന് പറയുന്ന ഒരു അയോണിലേക്ക്, കോപ്പർ നമ്മുടെ അയോൺ ആണ്, അവിടെ Cu2+ അയോൺ ആണുള്ളത്. ആ അയോണിലേക്ക് 4 NH3 മോളിക്യൂൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. കോർഡിനേറ്റ് ബോണ്ടിനാൽ ബന്ധിതമാണ്. അതേപോലെ ഇവിടെ നിക്കലിന് ചുറ്റും 4 കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾസ്, നമ്മൾ അതിനെ ഇവിടെ കാർബണിൽ എന്നാ വിളിക്കുന്നത്, CO മോളിക്യൂൾസ്, പിന്നീട് പറയും നമ്മൾ അതിന്റെ പേര്. CO മോളിക്യൂൾസ് കോർഡിനേറ്റ് ബോണ്ടിനാൽ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ Fe2+ന്റെ കൂടെ അല്ലെങ്കിൽ Fe2+ന്റെ ചുറ്റുമായിട്ട് 6 Cn- അയോണുകൾ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? ത്രൂ ദി കോർഡിനേറ്റ് ബോണ്ട്. ഇങ്ങനെ നേരെ ശ്രദ്ധിക്കുക, എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്? അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഞാനിവിടെ ഇപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്ക്, ഇതിൽ ഏത് കോംപ്ലക്സ് എടുത്താലും ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ ആദ്യം കാണുന്ന ആളുണ്ടല്ലോ, അതൊരു മെറ്റൽ ആറ്റം ആയിരിക്കും അല്ലെങ്കിൽ അയോൺ ആയിരിക്കും. ഇവിടെ 2+ Cu2+ അയോൺ ആണ്, ഇവിടെ നിക്കൽ ആറ്റമാണ്, ഇവിടെ Fe2+ അയോൺ ആണ്. ഓക്കെ, ആ അയോണുകളോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആറ്റത്തിനോട് കൂടിയിട്ട് ഒരുപാട് മോളിക്യൂൾസ് കണ്ട, NH3 മോളിക്യൂള്, CO മോളിക്യൂൾസ്, Cn- അയോൺസ് കോർഡിനേറ്റ് ബോണ്ടിനാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആർ ദി കോമ്പൗണ്ട്സ് ഇൻ വിച്ച് എ മെറ്റൽ ആറ്റം ഓർ അയോൺ, ആറ്റം ആവാം അയോൺ ആവാം, മെറ്റൽ ആയിരിക്കും, മെറ്റൽ ആറ്റം ഓർ അയോൺ ഈസ് coordinated to a number of molecules. Okay, now metal atom or ions are coordinated to a number of molecules or ions. So coordination compounds are the compounds. These are the compounds in which a metal atom or ion is linked to a number of molecules or ions through coordinate bond. അതായത് ത്രൂ കോർഡിനേറ്റ് ബോണ്ട്. ഈ
നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയാവുന്നത്. അപ്പൊ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്? അപ്പൊ അതിലൊരു മെറ്റൽ ആറ്റം ഒരുപാട് മോളിക്യൂൾസുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് ബോണ്ടിനാൽ? കോർഡിനേറ്റ് ബോണ്ടിനാൽ. ഓക്കെ അല്ലേടോ കുഞ്ഞോളെ? എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് ക്ലിയർ ആയി. അതിന് എക്സാമ്പിൾ പറഞ്ഞു. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഡിസ്കഷൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലേക്ക് നമ്മൾ കൺഫൈൻ ചെയ്യാണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ടെക്നിക്കൽ ടേമുകളാണ്. ഓക്കെ, ചില സാങ്കേതിക പദങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിനോ 2 മാർക്കിനോ ആയിട്ട് ചോദിക്കാവുന്ന കുറേ ടേമുകളാണ്. നല്ലോണം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓൺ ദി ബേസിസ് ഓഫ് ചാർജ് പ്രസന്റ് ഇൻ ദി കോംപ്ലക്സസ്. ഓക്കെ, ചാർജ് പ്രസന്റ് ഇൻ ദി കോംപ്ലക്സസ്. ഒന്ന് ന്യൂട്രൽ കോംപ്ലക്സസ് ഓർ ന്യൂട്രൽ കോമ്പൗണ്ട്സ്. ന്യൂട്രൽ കോംപ്ലക്സസ് ഓർ ന്യൂട്രൽ കോമ്പൗണ്ട്സ്. രണ്ട് complex ions. Neutral complexes, complex ions. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ? ഓൺ ദി ബേസിസ് ഓഫ് ചാർജ് പ്രസന്റ് ഇൻ ദി കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഈ പേരിൽ തന്നെയുണ്ട്, ന്യൂട്രൽ കോംപ്ലക്സിൽ അവർക്ക് ചാർജ് ഉണ്ടാവില്ല. ന്യൂട്രൽ കോംപ്ലക്സുകൾക്ക് ചാർജ് ഉണ്ടാവില്ല. എക്സാമ്പിൾ നോക്കിക്കോളൂ, NiCO4 ഇതൊരു കോംപ്ലക്സ് ആണ്. ഈ കോംപ്ലക്സിന് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചാർജ് കാണൂല. അവിടെ ചാർജ് ഇല്ല. അത് ചാർജ് ഇല്ലാത്ത കോംപ്ലക്സ് ആണ്, ന്യൂട്രൽ കോംപ്ലക്സ് ആണ്. വേറെ കൂടി PtCl2NH3 twice. ഓക്കെ, ഇവിടെയും ചാർജ് ഇല്ല. കണ്ടോ, ചാർജ് ഇല്ല. അപ്പൊ ചാർജ് ഇല്ലാത്ത ഇത്തരം കോംപ്ലക്സുകളെ പറഞ്ഞ പേരാണ് ന്യൂട്രൽ കോംപ്ലക്സസ്. അപ്പൊ എന്താണ്? ക്യാരി നോ ചാർജ്. They carry no charge. Okay, complexes which carry no charge are called neutral complexes. Okay, ഇനി സാധാരണ രീതിയിൽ ശ്രദ്ധിക്കുക, ന്യൂട്രൽ കോംപ്ലക്സിന്റെ കേസിൽ നല്ലോണം ശ്രദ്ധിക്കുക. ന്യൂട്രൽ കോംപ്ലക്സിന്റെ കേസിൽ കോർഡിനേറ്റ് ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അയോണിക് ബോണ്ട് ഉണ്ടാവില്ല. അതായത് ന്യൂട്രൽ കോംപ്ലക്സ് ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്ത് വേറെ ഒരാൾ ഉണ്ടാവില്ല. സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്ത് വേറെ അയോൺസ് കോൺസ്റ്റിറ്റ്യൂന്റ് ഉണ്ടാവില്ല. സാധാരണ രീതിയിൽ ഒരു കോംപ്ലക്സ് XY2 Z അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതാണ് കോർഡിനേറ്റ് ബോണ്ട്. ഇതിന്റെ പുറത്തൊരാളുണ്ടെങ്കിൽ ഈ കോർഡിനേറ്റ് ബോണ്ടുള്ള, അതായത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഈ മൊത്തം സ്പീഷീസ് ഈ പുറത്തുള്ള ആളുമായിട്ട് അയോണിക് ബോണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ സാധാരണ പുറത്തൊരു കോൺസ്റ്റിറ്റ്യൂന്റ് ഉള്ള ഒരു കോംപ്ലക്സിനെ നമ്മളെങ്ങാനും വെള്ളത്തിലെ മറ്റു സോൾവെന്റിലേക്ക് ആഡ് ചെയ്താൽ അത് ഡിസോസിയേറ്റ് ചെയ്യും, അയോണൈസ് ചെയ്യും. ന്യൂട്രൽ കോംപ്ലക്സുകളെ നിങ്ങൾ വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ വേറൊരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയണൈസ് ചെയ്യില്ല. കാരണം അതിന്റെ പുറത്ത് അയണൈസ് ചെയ്യാൻ പറ്റുന്നവരില്ല. അയോണിക് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് ഇതിലില്ല. ഓക്കെ, അപ്പൊ ന്യൂട്രൽ കോംപ്ലക്സ് എന്തെന്ന് ചോദിച്ചാൽ they are the complexes which carry no charge and never undergo ionization when dissolved in water or any other solvent. Okay, അപ്പൊ എന്താണ് ന്യൂട്രൽ കോംപ്ലക്സ് എന്ന് മനസ്സിലായി. കോംപ്ലക്സ് അയോൺസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ വിപരീതമായിട്ട് അതിനൊരു ചാർജ് ഉണ്ടാവും. അത് ചിലപ്പോൾ പോസിറ്റീവ് ചാർജ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ചാർജ് ആവാം. അപ്പൊ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നതിനനുസരിച്ചിട്ട് കോംപ്ലക്സ് അയോൺസ് ആർ ദി complexes or compounds, they carry charge which may be positive or negative. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നനുസരിച്ചിട്ട് രണ്ട് ടൈപ്പിലുണ്ട്. പോസിറ്റീവ് ചാർജ് ആണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ അവർ പറഞ്ഞ പേരാണ് കാറ്റിയോണിക് കോംപ്ലക്സസ് എന്നാണ്.
cationic complexes carry a charge which is positive. Okay, positive charge. Cationic complexes carry positive charge. അതേസമയം ക്യാരി ചെയ്യുന്ന ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ അവരെ പറഞ്ഞ പേരാണ് ആനയോണിക് കോംപ്ലക്സസ്. ഓക്കെ, ക്യാരി നെഗറ്റീവ് ചാർജ്. നോക്കാം, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഞാൻ എക്സാമ്പിൾ പറയാം. CONH3 കേൾക്കണേ. CONH3 6 times 3+. ഓക്കെ, ഇതവിടെ വേറെ എക്സാമ്പിൾ. CONH3 5 times Cl SO4. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും. എനിവേ ഇവിടെ നമുക്ക് ചാർജ് കാണുന്നുണ്ട്. എവിടെ? മുകളിൽ ചാർജ് കാണുന്നുണ്ട്, പോസിറ്റീവ് ചാർജ് കാണുന്നുണ്ട്. അതുകൊണ്ട് അത് കാറ്റിയോണിക് കോംപ്ലക്സ് ആണ്. നമുക്ക് ഈ സംശയം പറയാം. ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ ഇവിടെ ചാർജ് കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ അത് നോക്കി? ഇതിന്റെ മുകളിൽ ചാർജ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അത് കാറ്റിയോണിക് ആയി? ഇതിൽ എങ്ങാനും നമ്മൾ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സോൾവെന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് ഡിസോസിയേറ്റ് ചെയ്യും. ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഒരു 2+ ചാർജ് വരും, ഇതിന്റെ മുകളിൽ ഒരു 2- ചാർജ് വരും. അതായത് സ്ക്വയർ ബ്രാക്കറ്റിന് ഇവിടെ എന്ത് വരുന്നുണ്ട്? പോസിറ്റീവ് ചാർജ് വരുന്നുണ്ട്. അപ്പൊ ഈ കോംപ്ലക്സിന് ചാർജ് ഉണ്ട്. ഈ ചാർജ് ഉള്ള കോംപ്ലക്സ് വേറൊരു അയോണുമായിട്ട് അയോണിക് ബോണ്ട് ഫോം ചെയ്തതാണ്. ഇതിന് ചാർജ് ഉണ്ട് ആക്ച്വലി. ഓക്കെ, ഇതിന്റെ ചാർജ് ചേർത്തിട്ട് ന്യൂട്രലൈസ് ചെയ്തതാണ് ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ. അതേസമയം ഇത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താലോ അവിടെ ചാർജ് നമുക്ക് കാണാൻ പറ്റും, ചാർജ് അപ്പിയർ ആവും. ഓക്കെ, അതേസമയം ഇവിടെ ഇതിന്റെ പുറത്താണോ ഓൾറെഡി ആരും ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് അയനൈസ് ചെയ്യൂല. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ പ്രത്യേകത ഇതാണെങ്കിലും അതാണെങ്കിലും അയണൈസ് ചെയ്യുന്നവരാണ്. ഓക്കെ, അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അയണൈസ് ചെയ്യോ? ഓക്കെ, ഇനി ആനിയോണിക് ഞാൻ എക്സാമ്പിൾ പറയാം. K4 NiCN4 2-. വേറെ K4 FeCN6. ഇവിടെ നിങ്ങൾ നോക്കേ, ആദ്യത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് കാണുന്നുണ്ട്, അതുകൊണ്ട് അത് ആനിയോണിക് കോംപ്ലക്സ് ആണെന്ന് പറയാം. രണ്ടാമത്തേൽ കാണുന്നില്ലല്ലോ, അവിടെ എങ്ങനെ അറിയാവോ? അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4K+ ആയിട്ടും FeCN6 4- ആയിട്ടും ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ ചാർജ് അപ്ലൈ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇനി ഒരു കോംപ്ലക്സിന്റെ ചാർജ് കാണുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇതും തന്നു. ഇതിൽ കാറ്റോണിക് ഏതാണ്, ആനിയോണിക് ഏതാണ്, ന്യൂട്രൽ ഏതാണെന്ന് ചോദിച്ചു. ഇത് മൂന്ന് ഇപ്പൊ നോക്കുന്ന സമയത്ത് മൂന്നിന് നിങ്ങൾക്ക് ചാർജ് കാണുന്നില്ല. എങ്കിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. കേൾക്കണേ, സ്ക്വയർ ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ, പുറത്താരുമില്ല, മുകളിൽ ചാർജ് കാണുന്നുമില്ല എങ്കിൽ അത് ന്യൂട്രൽ ആണ്. അതേസമയം പുറത്ത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്ത് ആൾക്കാരുണ്ട് എങ്കിൽ അത് ഒന്നെങ്കിൽ കാറ്റോണിക് ആണെങ്കിൽ ആനിയോണിക് ആണ്. അതെങ്ങനെ മനസ്സിലാവുന്ന അറിയാവോ? സ്ക്വയർ ബ്രാക്കറ്റ് ഫസ്റ്റ് വരുന്നു എന്നുണ്ടെങ്കിൽ അത് കാറ്റോണിക് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് രണ്ടാമതാണ് വരുന്നതെങ്കിൽ അത് ആനിയോണിക് ആണ്. ഓക്കെ, ഇപ്പൊ സാധാരണ ഒരു എന്താ പറയാ, അയോണിക് കോമ്പൗണ്ട് സാധാരണ എഴുതുമ്പോൾ കാറ്റോൺ ഫസ്റ്റും ആനിയോൺ സെക്കൻഡ് ആയിട്ട് Na+Cl- എന്നാണ്, മൈനസ് ആണെന്ന് എഴുതി അല്ലെ. Na+Cl- NaCl എഴുതി, അല്ലാതെ നമ്മൾ Cl Na എഴുതാറില്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് കാറ്റോൺ, ഇത് ആനിയോൺ, ഇത് കാറ്റോൺ, ഇത് ആനിയോൺ. ഓക്കെ,
അപ്പോ ഒരു കോംപ്ലക്സ് നോക്കിയിട്ട് കാറ്റയോണിക് ആണോ ആനയോണിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രയാസമല്ല. എന്നിവ മൊത്തത്തില് ചാർജിന്റെ അടിസ്ഥാനത്തിൽ കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ന്യൂട്രൽ കോംപ്ലക്സസ് എന്താണ്? ന്യൂട്രൽ കോംപ്ലക്സസ് ദേ ക്യാരി നോ ചാർജ് ആൻഡ് നെവർ അണ്ടർഗോ അയനൈസേഷൻ ഇൻ എ സൊല്യൂഷൻ. Then complex ions carry charge which may be positive or negative. If they carry positive charge, then they are called cationic complexes. And if the charge on the complex is negative, then they are called anionic complexes. Examples are given. Okay. അപ്പോൾ ആദ്യത്തേത് പഠിച്ചു. എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പഠിച്ചു. ആ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചു. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ ആ ടെക്നിക്കൽ ടേമുകൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാണ്, പേരുകൾ പഠിച്ചുകൊണ്ട് വരാണ്. നോക്കിക്കോളൂ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കോംപ്ലക്സിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കുറെ എക്സാമ്പിളുകൾ എഴുതി. നോക്ക്, NiCO4 which is a neutral complex. Okay, in FeCN6 4- which is an anionic complex. Okay, then CONH36 times 3+, which is a cationic complex. അപ്പൊ ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ രണ്ട് ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ആദ്യം കാണുന്ന ആളെ നോക്കിയേ. ആദ്യം ഒരു മെറ്റൽ കാണാം. ഇതൊരു മെറ്റലാണ്, നിക്കൽ ഒരു മെറ്റലാണ്. ഓക്കെ, നിക്കൽ ഒരു മെറ്റലാണ്. ഇത് Fe ഒരു മെറ്റലാണ്, കൊബാൾട്ട് ഒരു മെറ്റലാണ്. ഓക്കെ, അപ്പൊ ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളില് ഒരു മെറ്റലാണ് ആദ്യം കാണുന്നത്. അത് ചിലപ്പോൾ ആറ്റം ആവാം, ചിലപ്പോൾ അയോൺ ആവാം. ഓക്കെ, ഒരു ആറ്റം ആവാം അല്ലെങ്കിൽ അയോൺ ആവാം. ഇവിടെ നിക്കൽ ആറ്റമാണ്. അതേസമയം ഇവിടെ നിക്കൽ ആറ്റമാണുള്ളത്. നിക്കൽ ആറ്റം. ഇവിടെ ഉള്ളത് Fe2+ അയോണാണ്, മെറ്റൽ അയോണാണ്. ഇവിടെ ഉള്ളത് കൊബാൾട്ട് 3+ അയോണാണ്. പോസിറ്റീവ് ചാർജ് വരുള്ളൂ. മെറ്റലിന് ചാർജ് പോസിറ്റീവ് ആണ്, എപ്പോഴും ചാർജ് പോസിറ്റീവ് ആണ്. എനിവേ, അപ്പൊ ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആദ്യം കാണുന്നത് ഒന്നെങ്കിൽ ഒരു ആറ്റമാവാം, മെറ്റൽ ആറ്റമാവാം, അല്ലെങ്കിൽ മെറ്റലിന്റെ പോസിറ്റീവ് ചാർജിൽ അയോൺ ആവാം. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താണ്? അതിലേക്ക് ബാക്കിയുള്ള ചുറ്റുമുള്ള മോളിക്യൂൾസ് ഉണ്ടല്ലോ. ഇവിടെ 4 CO മോളിക്യൂള്, ഇവിടെ 4 CN- അയോൺസ്, ഇവിടെ 6 NH3 മോളിക്യൂൾസ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം? കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. നിക്കലിനെ സെന്ററിൽ വെച്ചിട്ട് കേൾക്കണേ, നിക്കലിനെ സെന്ററിൽ വെച്ചിട്ട് 4 CO ചുറ്റും നിന്നിട്ട് ആ CO എന്ത് ചെയ്യുന്ന അറിയാവോ? ഇങ്ങനെ അല്ല ശരിക്കും. 4 CO ചുറ്റും നിന്നിട്ട് ഇതിങ്ങനെയാണ്. 4 CO ചുറ്റും നിന്നിട്ട് ഇങ്ങനെ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തു. അതേസമയം ഇവിടെ എങ്ങനെയാണ് അറിയാവോ? Fe സെന്ററിൽ വെച്ചിട്ട് Fe2+ സെന്ററിൽ വെച്ചിട്ട് 4 കോണറിൽ കൂടിയിട്ട്, ഒരു സ്ക്വയറിന്റെ 4 കോണറിൽ കൂടിയിട്ട് CN- അയോണുകൾ വന്നിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കി. ഇവിടെ എങ്ങനെയാണ് അറിയാവോ? കൊബാൾട്ട് 3+ സെന്ററിലാക്കിയിട്ട് 6 NH3 മോളിക്യൂൾസ് ഒരു ഒക്ടാഹെഡ്രന്റെ 6 കോണറിൽ കൂടി വന്നു. എന്നിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തു. ഇതാണ് ഞാൻ ഈ 3 കോംപ്ലക്സ് ഉണ്ടല്ലോ, അതിന്റെ സ്ട്രക്ചർ ആക്ച്വലി ഇതാണ് NH3. ഓക്കെ, അപ്പോ ഇതിന്റെ ഉള്ളിൽ 2 കൂട്ടരുണ്ട്. ഒന്ന് സെന്ററിൽ നിൽക്കുന്ന ഒരു മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോൺ. അയാളെ പറഞ്ഞ പേരാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. കാരണം അയാൾ സെന്ററിലാണുള്ളത്. കോംപ്ലക്സിന്റെ റെപ്രസെന്റേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മോളിക്യൂൾസിന്റെ സെന്ററിലാണ് അയാളുടെ പൊസിഷൻ. സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ.
അത് ആറ്റമാവാം അയോൺ ആവാം. ഓക്കെ, അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യും സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി ആറ്റം ഓർ അയോൺ, ഇറ്റ് ഈസ് ദി ആറ്റം ഓർ അയോൺ to which the molecules say or ions say. A atom or ion to which the molecules or ions are coordinated. ഏത് ആറ്റത്തിലേക്കാണോ അല്ലെങ്കിൽ അയോണിലേക്കാണോ മറ്റുള്ള മോളിക്യൂൾസ് വന്നിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കുന്നത്, ആ ആറ്റമാണ് അല്ലെങ്കിൽ അയോണാണ് സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ. Okay, atom or ions to which the other molecules are linked through the coordinate bond. That means coordinated. So in this compound, nickel atom is the central metal atom. Here Fe2 plus ion is the central metal ion. Here CO3 plus is the central metal ion. പഠിച്ചോ? ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? അപ്പൊ എന്താണ് സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോൺ എന്ന് ക്ലിയർ ആയി. ഇനി അയാളിലേക്ക് അല്ലെങ്കിൽ അയാളുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാമെന്ന ബാക്കിയുള്ള മോളിക്യൂൾസ് ഉണ്ടല്ലോ, അവര് പറഞ്ഞ പേരാണ് ചുറ്റുള്ള ബാക്കിയുള്ളവരുണ്ട്. ഇവിടെ 4 CO, ഇവിടെ 4 CN-, ഇവിടെ 6 NH3 മോളിക്യൂൾസ്. അവരെ പറഞ്ഞ പേരാണ്, കേൾക്കണേ മറന്നുകൂടാ, ലിഗാൻസ്. ലിഗാൻസ് ലിഗാൻസ് ലിഗാൻസ്. അപ്പൊ എന്താണ് ലിഗാൻസ്? ലിഗാൻസ് ആർ ദി മോളിക്യൂൾസ്, ന്യൂട്രൽ മോളിക്യൂൾസ് ആണ്. ഇത് ന്യൂട്രൽ ആണ്, CO ന്യൂട്രൽ ആണ്, NH3 ന്യൂട്രൽ ആണ്, അല്ലെങ്കിൽ അത് അയോൺസ് ആകാം. ലിഗാൻസ് ആർ ദി ന്യൂട്രൽ മോളിക്യൂൾസ് ഓർ അയോൺസ് which are coordinated to the central metal atom or ion. സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്ന മോളിക്യൂൾസോ, അതായത് ന്യൂട്രൽ മോളിക്യൂൾസോ അയോൺസോ ആണ് ആര്? ലിഗാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലിഗാൻസ് ഇത് കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ ആ കോംപ്ലക്സിൽ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റമാണ് നിങ്ങൾക്ക് കാണുക. സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരാളെ കാണുമ്പോൾ ലിഗാൻസ് കുറെ ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊരു കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ 2 ടൈപ്പിലുള്ള അന്തേവാസികൾ ഉണ്ടാകും. ഒന്ന് സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ, 2 ലിഗാൻസ്. ഓക്കെ, അപ്പൊ അതും പഠിച്ചു കഴിഞ്ഞു എന്താണ് സെൻട്രൽ. അപ്പൊ ഏത് കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാലും അതിൽ സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതേപോലെ ലിഗാൻസ് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കണം. മനസ്സിലായോ? ഓക്കെ, അപ്പോ നമ്മള് കാര്യങ്ങൾ കുറെ എണ്ണം പറഞ്ഞു. എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ അന്തേവാസികളെ തിരിച്ചറിഞ്ഞു. ഇനി അടുത്തത് കേൾക്ക് എന്തെന്നറിയാവോ? ഇതൊരു കോംപ്ലക്സ് ആണ്. SO4. ഓക്കെ, ഇതൊരു കോംപ്ലക്സ് ആണ് K4. ഇതൊരു കോംപ്ലക്സ് ആണ്, എന്റെ പുറത്താരില്ല. ഒരു കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ ആ കോംപ്ലക്സിന്റെ സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടോ? ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളവരെ പറഞ്ഞ പേരാണ്, പുറത്താരുണ്ടായിക്കോട്ടെ കുഴപ്പമില്ല, ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എപ്പോഴും ആരാ ഉണ്ടാവുക? സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എപ്പോഴും സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരു ടൈപ്പിലുള്ള അന്തേവാസികൾ അതിന്റെ ഉള്ളിലില്ല. നോക്കി, ഇതിന്റെ ഉള്ളിൽ ഇതാണ് സെൻട്രൽ മെറ്റൽ അയോൺ, ഇത് ലിഗാൻഡ് ആണ്. നോക്കി, ഇത് 5 എണ്ണം ഉണ്ട്. ഇത് ലിഗാൻഡ് ആണ്, ഇതും ലിഗാൻഡ് ആണ്. 5 NH3 ലിഗാൻഡും ഒരു Cl- ലിഗാൻഡും. നമ്മുടെ ലിഗാൻഡിന്റെ പേരും അതിന്റെ ചാർജ് എല്ലാം പിന്നീട് പഠിക്കും കേട്ടോ. മാഷിങ്ങനെ പറഞ്ഞ് എങ്ങനെ ഇത് ചാർജ് വെറുതെ പറയാമെന്ന് വിചാരിക്കണം, നമുക്ക് പഠിക്കും. ഇവിടെ Cn- 4 ലിഗാൻസ് Cn- തന്നെയാണ്. Fe2+ അയോണുമാണ് ഉള്ളത് സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട്. അപ്പോ കോർഡിനേഷൻ കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 2 ടൈപ്പിലുള്ള അന്തേവാസികളേ ഉള്ളൂ, ലിഗാൻസ് ആൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ. അവർക്ക് ആക്റ്റീവായിട്ട് പറഞ്ഞ പേരാണ്, മറക്കരുത്, അവരെ മൊത്തത്തിൽ പറയുന്ന പേരാണ്, ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളവരെ മൊത്തത്തിൽ പറയുന്ന പേരാണ് കോർഡിനേഷൻ സ്ഫിയർ. പറയണേ, എന്താണ് കോർഡിനേഷൻ സ്ഫിയർ? കോർഡിനേഷൻ സ്ഫിയർ,
കോർഡിനേഷൻ സ്ഫിയർ, ഇതാണ് നമ്മുടെ പുതിയ ടേം കോർഡിനേഷൻ സ്ഫിയർ ഓർ കോർഡിനേഷൻ 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 entity coordination entity or inner sphere അപ്പൊ എന്താ ഇതെല്ലാം ഒരാളെ പേരാണ്. എന്താണ് ligands and central metal ion in a complex are collectively called coordination sphere or coordination entity or inner sphere. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇന്നർ സ്ഫിയർ. ഈ രണ്ടെണ്ണമാണ് ഇന്നർ സ്ഫിയർ. അതായത് ഈ രണ്ട് കൂട്ടരാണ് ഇന്നർ സ്ഫിയർ. ഈ രണ്ട് കൂട്ടരാണ് ഇവിടുത്തെ ഇന്നർ സ്ഫിയർ. ഇവരാണ് ഇവിടുത്തെ ഇന്നർ സ്ഫിയർ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഇന്നർ സ്ഫിയറിന്റെ വേറൊരു പ്രത്യേകത, ഇന്നർ സ്ഫിയറിലുള്ള ആരും അയണൈസ് ചെയ്യില്ല. വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വെള്ളത്തില് NH3 അല്ല NH4+ കിട്ടൂല. വെള്ളത്തിൽ NH4+ കിട്ടൂല. Cl- ആയോണ്ട് കിട്ടൂല. ഇതിനെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ Fe2+ കിട്ടൂല. Cl- അയോൺസ് കിട്ടൂല. കിട്ടൂല. ഇനിയിപ്പോ ഇതിന്റെ സൊല്യൂഷൻ നിങ്ങളാക്കി എന്നിട്ട് എന്താക്കിയെന്ന് അറിയാവോ? ആ സൊല്യൂഷനിലേക്ക് നിങ്ങൾ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തു. സിൽവർ നൈട്രേറ്റ് ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണെന്ന് അറിയാം, ഈ സിൽവർ നൈട്രേറ്റ് ഒരിക്കലും സിൽവർ ക്ലോറൈഡ് ആയിട്ട് മാറൂല. സിൽവർ ക്ലോറൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറൂല. സിൽവർ നൈട്രേറ്റ് സിൽവർ ക്ലോറൈഡ് ആയിട്ട് മാറൂല. എന്തുകൊണ്ട്? സിൽവർ നൈട്രേറ്റ് സിൽവർ ക്ലോറൈഡ് ആവണമെങ്കിൽ സൊല്യൂഷനിൽ Cl- ഉണ്ടാവണം. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള Cl- അയോണൈസ് ചെയ്യുന്ന Cl- അല്ല. ഈ Cl- ഇതുമായിട്ട് അയോണിക് ബോണ്ട് അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, കോർഡിനേറ്റ് ബോണ്ടാണ്. ആ ബോണ്ട് ബ്രേക്കബിൾ അല്ല, സൊല്യൂഷനിൽ ബ്രേക്കബിൾ അല്ല. അതുകൊണ്ട് സൊല്യൂഷനിൽ Cl- അവൈലബിൾ അല്ല. അതുകൊണ്ട് സിൽവർ നൈട്രേറ്റ് പോലുള്ള പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ അയോണൈസ് ചെയ്യാത്തവരാണ് അതിന്റെ ഉള്ളിലുള്ളവര്. അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ വേറൊരു പേരാണ് നോൺ അയോണൈസേഷൻ സ്ഫിയർ. എന്നാണ് നോൺ അയോണൈസേഷൻ സ്ഫിയർ. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ സ്ഫിയർ ഇതെല്ലാം ഒരാളുടെ പേരാണ് കേട്ടോ. ഓക്കെ, എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പൊ നോൺ അയോണൈസേഷൻ സ്ഫിയർ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിന്റെ ഉള്ളിലുള്ള ഒന്നിനെയും അയോണൈസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവിടെ ഉള്ളത് അയോണിക് ബോണ്ട് അല്ല, അവിടെ ഉള്ളത് സ്ട്രോങ് കോവാലന്റ് ബോണ്ടാണ്, കോർഡിനേറ്റ് ബോണ്ടാണ്. ഓക്കെ അല്ലേ? അതേസമയം ഒരു കോംപ്ലക്സിന്റെ പുറത്ത്, അതായത് കോർഡിനേഷൻ സ്ഫിയറിന്റെ പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതാ ഇവിടെ ഉണ്ട്. കാറ്റയോണിക് കോംപ്ലക്സ് ആണെങ്കിൽ സ്ഫിയർ കഴിഞ്ഞിട്ട് അപ്പുറത്താണ്. ആനോണിക് കോംപ്ലക്സ് ആണെങ്കിൽ മുമ്പിലാണ് ഉണ്ടാവുക. ഉണ്ടെങ്കിൽ ഓക്കെ, അവരെ പറഞ്ഞ പേരാണ് ഔട്ടർ സ്ഫിയർ. ഓക്കെ, അല്ലെങ്കിൽ അവരെ പറഞ്ഞ പേരാണ് അയോണൈസേഷൻ സ്ഫിയർ. എന്തേ അവർ അയോണൈസ് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ S/2- കിട്ടും. ഇത് 4K+ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ അവർ പറഞ്ഞ വേറൊരു പേരാണ് കൗണ്ടർ അയോൺസ്. ഓക്കെ അല്ലേ? അപ്പൊ അതും പഠിച്ചു. ഓക്കെ, അപ്പൊ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിക്കണം. ഒന്ന്, എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പഠിച്ചു. രണ്ട്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, ആനോണിക്, കാറ്റോണിക്, ന്യൂട്രൽ. പിന്നെ പഠിച്ചത് എന്താണ് സെൻട്രൽ മെറ്റൽ ആറ്റം ലിഗാൻഡ്. പിന്നെ പഠിച്ചത് കോർഡിനേഷൻ സ്ഫിയർ, കോർഡിനേഷൻ എൻറ്റൈറ്റി, ഇന്നർ സ്ഫിയർ, നോൺ അയോണൈസേഷൻ സ്ഫിയർ. പിന്നെന്താണ് ഔട്ടർ സ്ഫിയർ, അയോണൈസേഷൻ സ്ഫിയർ ഓർ കൗണ്ടർ അയോൺസ്. ഓക്കെ, ഇനി പുതിയ ഒന്നുകൂടി നമുക്ക് പഠിക്കാലോ. വായിക്കട്ടെ. ഓക്കെ, ഇതേ കോംപ്ലക്സ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഈ പറയപ്പെട്ട കോംപ്ലക്സിന് എടുക്കാം. ഈ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ ഞാൻ നേരത്തെ വരച്ചതാണല്ലോ കുഞ്ഞോളെ. എങ്ങനെയാണ്? നിക്കലുമായി എത്ര CO ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? 4 CO ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ 4 CO മോളിക്യൂൾസിനും അതേപോലെ നിക്കലിനും ഇടയ്ക്ക് സെൻട്രൽ മെറ്റൽ ആറ്റത്തിനും ലിഗാൻസിനും ഇടയ്ക്ക് എത്ര കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തു? പറ, എത്ര കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തു?
4 കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തു. ആക്ച്വലി ഞാൻ ലിഗാൻഡ് പറയുമ്പോൾ പറയാൻ വിട്ടുപോയൊരു സംഗതി, ഇപ്പൊ NH3 ലിഗാൻഡ് ആണ്. ഇതൊരു മെറ്റൽ ആറ്റം ആണെന്ന് വിചാരിക്കാം. ആ മെറ്റൽ ആറ്റവുമായിട്ട് NH3 കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തു. ഇതാണല്ലോ കോർഡിനേറ്റ് ബോണ്ടിന്റെ സിമ്പൽ. അപ്പൊ M എന്നുള്ള മെറ്റലുമായിട്ട് NH3 കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്തു. എന്താണ് കോർഡിനേറ്റ് ബോണ്ട്? അത് കോവാലന്റ് ബോണ്ടാണ്. എന്താ സംഭവം? കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ, ശരിക്കും പ്യുർ കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഷെയറിങ് മ്യൂച്വൽ ആണ്. അതായത് ഇതാ എന്താ പറയുക, H2 എടുത്തു നോക്കിയേ. H2 എന്താണ്? ഷെയറിങ്ങിന് ആവശ്യമായ ഇലക്ട്രോൺസ് 2 പേരും ഡൊണേറ്റ് ചെയ്യും. അതേസമയം കോവാലന്റ് ബോണ്ടിൽ ഷെയറിങ് ആവശ്യമായ 2 ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യല്. എപ്പോഴും 2 ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ജോഡി ഇലക്ട്രോണുകൾ, ഒരു പെയർ ഇലക്ട്രോണുകളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ സാധാരണ കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ മ്യൂച്വൽ ആണ്. ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ മറ്റാൾ ഒന്ന് ഇങ്ങോട്ട് തരും. അതേസമയം ഷെയറിങ്ങിന് ആവശ്യമായ ഇലക്ട്രോൺ 2ഉം ഒരാൾ തന്നെയാണ് കൊടുക്കുന്നത് എങ്കിൽ അതിന്റെ പേരാണ് കോർഡിനേറ്റ് ബോണ്ട്. ഇവിടെ നൈട്രജന്റെ കയ്യിൽ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ആ ലോൺ പെയർ ഇലക്ട്രോൺ ആണ് മെറ്റലിനെ ഡൊണേറ്റ് ചെയ്തത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആ മോളിക്കുള്ള ഏതെങ്കിലും ഒരു ആറ്റമായിരിക്കും ആ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോ ലിഗാൻഡിലെ ഏത് ആറ്റമാണോ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്, അയാളെ പറഞ്ഞ പേരാണ് ഡോണർ ആറ്റം. ഡോണർ ആറ്റം. അപ്പൊ NH3 ലിഗാൻഡിലെ ഡോണർ ആറ്റം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഓക്കെ, അപ്പൊ ലിഗാൻഡിൽ എല്ലാവരും ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലാതെ ഓർമ്മയാണ്. ഇനി തിരിച്ചു പോവാം. അപ്പൊ ഈ കോംപ്ലക്സിൽ അല്ലെങ്കിൽ ആ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനും ലിഗാൻസിനും എടുക്ക് 4 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. ഇവിടെ Fe2+നും Cn- എടുക്ക് 4 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. ഇവിടെ 6 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ട്. ഇങ്ങനെ ഒരു കോംപ്ലക്സിൽ, കേൾക്കണേ, ഒരു കോംപ്ലക്സിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനും ലിഗാൻസിനും എടുക്ക് ഫോം ചെയ്യുന്ന, അതായത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിനും ലിഗാൻസിന്റെ ഡോണർ ആറ്റങ്ങൾക്കിടയിലും ഫോം ചെയ്യുന്ന കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണത്തിന് പറഞ്ഞ പേരാണ്, അതിനൊരു പേരുണ്ട്, കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണത്തിന് പറഞ്ഞ പേരാണ് കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ അങ്ങനെ പറഞ്ഞ് നിർത്തിക്കൂടാ. കോർഡിനേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ. അപ്പോൾ ഈ കോംപ്ലക്സിൽ നിക്കൽ എന്ന സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. മീൻസ് നിക്കൽ 4 കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇവിടെ Fe2+ന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. CO3+ന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഒരു കോംപ്ലക്സിലുള്ള കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണമാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, അതിങ്ങനെ പറയാൻ പാടില്ലാതെ കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണമാണെന്ന് പറയാം. കോർഡിനേറ്റ് ബോണ്ട് നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണമാണ്. ഇങ്ങനെ പറഞ്ഞുകൂടാ. നമ്പർ ഓഫ് ലിഗാൻസ് എന്ന് പറഞ്ഞുകൂടാ. അപ്പൊ ഇവിടെ ഡൗട്ട് വരും. ഇവിടെ ലിഗാൻസിന്റെ എണ്ണം 4 അല്ലേ? കോർഡിനേഷൻ നമ്പർ 4 ആണല്ലോ. ലിഗാൻസിന്റെ എണ്ണം 4 ആണ്, കോർഡിനേഷൻ നമ്പർ 4 ആണ്. ലിഗാൻസിന്റെ എണ്ണം 6 ആണ്, കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഓക്കെ, ഇവിടെ ശരിയാണ്. പക്ഷെ അത് എപ്പോഴും ശരിയാണെന്നില്ല. നോക്കോ, ഇതൊരു കോംപ്ലക്സ് ആണ്. COEN ട്വൈസ് 3+. എന്നുള്ളത് എത്തിലീൻ ഡൈയമീൻ എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് ആണ്. എത്തിലീൻ ഡൈയമീൻ. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? അത് എത്തിലീൻ ഡൈയമീൻ 2 എണ്ണം ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കുന്ന ഒരാൾ എന്താ പറയുക? ഇതിലൊരു പേരുണ്ട്, ഇതിന്റെ സ്ട്രക്ചറെല്ലാം ഉണ്ട്, നമ്മൾ പിന്നീട് പറയും. എത്തിലീൻ ഡൈയമീൻ 2 എണ്ണം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ലിഗാൻസിന്റെ എണ്ണം 2 ആണല്ലോ. അതുകൊണ്ട് കോബാൾട്ട് 3+ന്റെ കോർഡിനേഷൻ നമ്പർ 2 ആണ് എന്നയാളെ അത് തെറ്റി. ഇവിടെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. ഇതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കോംപ്ലക്സിൽ 4 കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും. ഒരു എത്തിലീൻ ഡൈയമീന് 2 കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ 2 എത്തിലീൻ ഡൈയമീൻ 4 കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ലിഗാൻസിന്റെ എണ്ണമാണ് എന്ന് പറയരുത്. സെൻട്രൽ മെറ്റൽ ആറ്റത്തിനും ലിഗാൻസിനും എടുക്ക് ഫോം ചെയ്യുന്ന കോർഡിനേറ്റ് ബോണ്ടുകളുടെ എണ്ണമാണ് ആക്ച്വലി എന്ത് എന്ന് പറയുന്നത്? കോർഡിനേഷൻ നമ്പർ.
കോർഡിനേഷൻ നമ്പർ. വേറൊരു പേര് കൂടി ഉണ്ട് അതിന്, ലിഗാൻസി എന്നാണ്. ലിഗാൻസി ഓഫ് സെൻട്രൽ മെറ്റൽ അയോൺ ഓർ ആറ്റം. ഓക്കെ, അപ്പൊ ലിഗാൻസീസ് കോർഡിനേഷൻ നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി നമ്പർ ഓഫ് കോർഡിനേറ്റ് ബോണ്ട് ബിറ്റ്വീൻ ദി സെൻട്രൽ മെറ്റൽ ആറ്റം ഓർ അയോൺ ആൻഡ് ദി ലിഗാൻസി. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി, ഒന്നല്ല രണ്ട് കാര്യം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്നിക്കൽ ടേംസ് നിർത്താം. അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ഈ കോംപ്ലക്സിൽ, ആദ്യത്തെ കോംപ്ലക്സിൽ NiCO4 ഇതില് ഞാൻ നേരത്തെ അതിന്റെ സ്ട്രക്ചർ വരച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് അതിന്റെ സ്ട്രക്ചർ? ഒരു ടെട്രാഹെഡ്രൽ ആണ് അല്ലേ? നിക്കലിന് ചുറ്റും 4 CO മോളിക്യൂൾസ് ടെട്രാഹെഡ്രൽ മാനറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇവിടെ എങ്ങനെയാണ്? Fe2+ സെന്ററിൽ വെച്ചിട്ട് 4 Cn- അയോണുകൾ ഒരു സ്ക്വയറിന്റെ 4 കോണേഴ്സിലുള്ളത്. സ്ക്വയർ പ്ലാനാർ ജോമെട്രി. അതേസമയം ഇവിടെ എങ്ങനെയാണ്? CO3+ സെന്ററിലാക്കിയിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? 6 ലിഗാൻഡുകൾ ഒരു ഒക്ടാഹെഡ്രന്റെ 6 കോണേഴ്സിലാണുള്ളത്. അപ്പൊ ഏത് കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ടാകും, ജോമെട്രി ഉണ്ടാകും. And that spatial arrangement of the complex is called, or the geometry of the complex is called, coordination polyhedron. എന്താണ്? Coordination polyhedron. So what is that? Actually, what is the coordination polyhedron? It is the geometry or the spatial arrangement of ligands around the central metal ion or atom. Actually, കോർഡിനേഷൻ പോളിഹെഡ്രൺ എന്താണ് എന്ന് തീരുമാനിക്കുന്നത്, ഒരു കോംപ്ലക്സിന്റെ കോർഡിനേഷൻ പോളിഹെഡ്രൺ, അതായത് അതിന്റെ ജോമെട്രി, അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് തീരുമാനിക്കുന്നത് അതിലെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ അല്ലെങ്കിൽ അയോണിന്റെ ലിഗാൻസിയാണ്, കോർഡിനേഷൻ നമ്പർ ആണ്. അല്ലേ? കോർഡിനേറ്റ് ബോണ്ടിന്റെ എണ്ണമല്ലേ ശരിക്കും അവിടെ ആ സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ആണ്. കോർഡിനേഷൻ നമ്പർ 2 ആയാൽ അതിന്റെ ഷേപ്പ് ലീനിയർ ആയിരിക്കും. അത് 3 ആയാൽ, അതായത് 3 കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാമെന്നുണ്ടെങ്കിൽ, കോർഡിനേഷൻ നമ്പർ 3 ആയാൽ, ലിഗാൻസി 3 ആയാൽ, സ്ട്രക്ചർ കോർഡിനേഷൻ പോളിഹെഡ്രോൺ എന്ന് പറയുന്നത് അത് ട്രൈഗണൽ പ്ലാനാർ ആയിരിക്കും. ട്രൈഗണൽ പ്ലാനാർ. ഇനി 4 ആണെങ്കിലോ, ഒന്നെങ്കിൽ അത് ടെട്രാഹെഡ്രൽ, അല്ലെങ്കിൽ അത് സ്ക്വയർ പ്ലാനാർ. ഓക്കെ, ലീനിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് സെൻട്രൽ മെറ്റൽ ആറ്റം. ലിഗാൻസ് ഇങ്ങനെ ഉണ്ടാവും, ലീനിയർ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ട്രൈഗണൽ പ്ലാനാർ എന്ന് പറയുമ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റം നടുവില് 3 ലിഗാൻസ്, ഒരു ട്രൈഗണൽ പ്ലാനാറിന്റെ അല്ലെങ്കിൽ റെഗുലർ ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിൽ ഉണ്ടാവും. ഓക്കെ, ടെട്രാഹെഡ്രൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റം ഇങ്ങനെ ഉണ്ടാകും, 4 ലിഗാൻഡുകൾ ഒരു ടെട്രാഹെഡ്രന്റെ, റെഗുലർ ടെട്രാഹെഡ്രന്റെ 4 കോർണേഴ്സിൽ. അത് സ്ക്വയർ പ്ലാനാർ ആകുമ്പോഴോ സെൻട്രൽ മെറ്റൽ ആറ്റം നടുവില് 4 ലിഗാൻസ് ഒരു സ്ക്വയറിന്റെ 4 കോർണേഴ്സിൽ. ഓക്കെ, ഇനി അത് 5 ആണെങ്കിൽ ഒന്നെങ്കിൽ ട്രൈഗണൽ ബൈ പിരമിഡൽ. എന്നാണ്? ട്രൈഗണൽ ബൈ പിരമിഡൽ. അല്ലെങ്കിലോ സ്ക്വയർ പിരമിഡൽ. ഓക്കെ, അതായത് ഒന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, സെൻട്രൽ മെറ്റൽ ആറ്റം, പിന്നെ 3 ലിഗാൻഡുകൾ ഒരു പ്ലെയിനില്, ഒരു ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിലായിട്ട് ഉണ്ടാവും. 2 എണ്ണം മുകളിലും താഴെയുമായിട്ട് ഉണ്ടാവും. ഇതാണ് ട്രൈഗണൽ ബൈ പിരമിഡ്. ഇനി സ്ക്വയർ പിരമിഡിലാകുമ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റം നടുവിലുണ്ടാകും, 4 ലിഗാൻസ് ഒരു സ്ക്വയറിന്റെ 4 കോർണറിൽ ഉണ്ടാകും. ഓക്കെ,
ബാക്കി ഒന്ന് ആ സ്ക്വയറിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പിരമിഡ് കിട്ടും. ആ പിരമിഡിന്റെ ബേസ് എന്താണ്? അതൊരു സ്ക്വയർ ആണ്. അപ്പൊ ഇതാണ് സ്ക്വയർ പിരമിഡ്. ഇനി 6 എന്താ പറയാ, കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ സ്ട്രക്ചറിന് സംശയം പറയാം. അതായത് കോർഡിനേഷൻ പോളിഹെഡ്രൽ അത് ഒക്ടാഹെഡ്രൽ ആയിരിക്കും. ഒക്ടാഹെഡ്രൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ സെൻട്രൽ മെറ്റലായിട്ട് നടുവിലുണ്ടാകും 6 ലിഗാൻസ്. ഒക്ടാഹെഡ്രന്റെ 6 കോണേഴ്സിലായിട്ട് ഇങ്ങനെ ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതില് നോക്ക്, 4 വരുമ്പോൾ ടെട്രാഹെഡ്രലോ സ്ക്വയർ പ്ലാനാവോ വരുന്നു. 5 വരുമ്പോൾ ട്രൈഗണൽ പിരമിഡിലോ സ്ക്വയർ പിരമിഡിലോ വരുന്നു. ട്രൈഗണൽ ബൈ പിരമിഡിലോ സ്ക്വയർ പിരമിഡിലോ വരുന്നു. ഏതാ ശരിക്കും വരിക? ഇതിൽ ഏതാ വരുന്നത് എന്ന് തീരുമാനിക്കുന്നതില്ലേ ഹൈബ്രിഡൈസേഷന്റെ ടൈപ്പാണ്. അത് നമ്മൾ ബോണ്ടിങ് പറയുമ്പോൾ പറയും. കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ബോണ്ടിങ് പറയാനുണ്ട്, അവിടെ നമ്മൾ പറയും. ഓക്കെ അല്ലേ? ഇനി അവസാനത്തെ ഒരു ടേം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഞാൻ വായിക്കട്ടെ. ഓക്കെ, ഒന്നുമില്ല. ഓക്കെ, ഞാനിപ്പോ ഈ ബോർഡിൽ ഞാനിപ്പോ എക്സാമ്പിൾ എഴുതിയത് ആകെ 3 എക്സാമ്പിൾ തന്നിട്ടുള്ളൂ. എല്ലാം ഈ 3 എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് മാഷ് പറഞ്ഞത്, ശരിയല്ലേ? എല്ലാം ഏത് പറയുമ്പോഴും ഞാൻ ഈ 3 എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഈ 3 തന്നെ ഇനിയും പറയാം. ഇതില് കോർഡിനേഷൻ കോർഡിനേഷൻ സ്ഫിയർ നോക്ക്. എല്ലാത്തിലും കോർഡിനേഷൻ സ്ഫിയർ നോക്ക്. കോർഡിനേഷൻ സ്ഫിയർ ഒന്ന് നോക്കിയേ. ഇതിനെ ഞാൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഇത് ഒരു ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ്. എന്താണ് ഇത് വ്യത്യാസം? നോക്കിട്ടാൽ എന്താ മനസ്സിലാവും? യെസ്, എന്താണ് ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് ഒരേ ഒരു ടൈപ്പിലുള്ള ലിഗാൻസ് ആണ്. 4Cn - 4CO. അതേസമയം ഇവിടെ 2 ടൈപ്പിലുള്ള ലിഗാൻസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ടൈപ്പിലുള്ള ലിഗാൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു കോംപ്ലക്സിലെ സെൻട്രൽ മെറ്റൽ ആറ്റമോ അയോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് ഒരേ ഒരു ടൈപ്പിലുള്ള ലിഗാൻസ് ആണെങ്കിൽ അവരെ പറഞ്ഞ പേരാണ് ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ്. ഹോമോലെപ്റ്റിക് കോംപ്ലക്സസ്. അതേസമയം ഒന്നിൽ കൂടുതൽ ടൈപ്പിലുള്ള ലിഗാൻസ് ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ പേരാണ് ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കോംപ്ലക്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പോവാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറന്റ് ടൈപ്പിലുള്ള ലിഗാൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ.